ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സിനിമയായ എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിറങ്ങുന്ന ആ മാസത്തിലേക്ക് നമ്മുടെ ലോകം കടന്നിരിക്കുകയാണ്. ഇന്ന് മാർച്ച് 1 ഈ മാസം അവസാനം മാർച്ച് 27 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് L2 എമ്പുരാൻ. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 26 ദിവസങ്ങൾ മാത്രം ബാക്കി. ലാലേട്ടൻ നായകനെത്തുന്ന സിനിമയുടെ കാസ്റ്റ് റിവീൽ അപ്ഡേറ്റുകൾക്ക് ശേഷമുള്ള അടുത്ത വമ്പൻ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഒന്ന് ഡിലേ ആകുന്നുണ്ടെങ്കിൽ പോലും കാത്തിരിക്കാം അടുത്ത അപ്ഡേറ്റുകൾ എന്താണ് ആവേശത്തോടെ അറിയാനായിട്ട്. ഇതിനിടയിൽ ഇന്നൊരു ചെറിയൊരു നിരാശാജനകമായ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം എമ്പുരാൻ എന്ന സിനിമയ്ക്ക് അതിരാവിലെ ഫാൻ ഷോസ് ഉണ്ടാക്കാനുള്ള സാധ്യത നിലവിൽ കുറയുന്നു എന്നൊരു റൂമറാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ട്രാക്കേഴ്സ് എല്ലാം തന്നെ ഇന്ന് അവസാനമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആരാധകരെല്ലാം തന്നെ പുലർച്ചെ 4 മണിക്കും 5 മണിക്കും 6 മണിക്ക് അതല്ലെങ്കിൽ 7 മണിക്കെങ്കിലും ഷോ ആരംഭിക്കാനായിട്ട് കാത്തിരിക്കുമ്പോൾ ഇപ്പോഴത്തെ രാവിലെ 9 മണിക്ക് സിനിമയുടെ ആദ്യ ഷോ ആരംഭിച്ചാലും നിലവിലെ സാഹചര്യത്തിൽ അത്ഭുതപ്പെടാനില്ല എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റു ലാലേട്ടൻ സിനിമകളുടെ കാര്യത്തിൽ ആന്റണി പെരുമ്പാവൂരാണ് അതിരാവിലെ എത്ര മണിക്ക് ഷോ വേണമെന്ന് തീരുമാനിക്കുന്നതെങ്കിൽ എമ്പുരാന്റെ കാര്യത്തിൽ എല്ലാ തീരുമാനവും പൃഥ്വിരാജിന്റെ ഇതുപോലെയാണ്. പൃഥ്വിരാജിന്റെ അംഗീകാരം വേണം സിനിമയ്ക്ക് അതിരാവിലെ ഷോ ആരംഭിക്കാൻ എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തായാലും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ എമ്പുരാന്റെ ആദ്യ ഷോ എത്ര മണിക്ക് ആരംഭിക്കുമെന്ന് ഉറപ്പാക്കപ്പെടും. നല്ലൊരു വാർത്ത വരട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. അതിരാവിലെ ഷോ ഉണ്ടെങ്കിൽ മാത്രമേ ആദ്യ ദിവസം സിനിമയ്ക്ക് റെക്കോർഡ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കേരളത്തിൽ ആവുകയുള്ളൂ. മുരളി ഗോപിയുടെ അണ്ടർ റേറ്റഡ് തിരക്കഥ നോക്കി നിസ്സംശയം പറയാവുന്ന തിരക്കഥകളിൽ സിനിമകളിൽ ഒന്നാണല്ലോ കമ്മാര സംഭവം. ദിലീപ് നായകനെത്തിയ 2018 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഗോകുല മൂവീസ് നിർമ്മിച്ച അന്നത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നാണ്. ചിത്രം അന്ന് തിയേറ്ററുകളിൽ പരാജയപ്പെടുന്ന രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത സിനിമയായിട്ടാണ് ബോക്സ് ഓഫീസിൽ മാറിയത്. കഴിഞ്ഞ ദിവസം മുരളി ഗോപി അറിയിച്ചത് പ്രകാരം ലൂസിഫർ എന്ന സിനിമയ്ക്ക് 3 ഭാഗങ്ങൾ ഉള്ളതുപോലെ കമ്മാര സംഭവം എന്ന സിനിമയും 3 ഭാഗങ്ങളായാണ് താൻ പ്ലാൻ ചെയ്തത് എന്നും എന്നാൽ കമ്മാര സംഭവം പരാജയപ്പെട്ടതോടെ അടുത്ത 2 ഭാഗങ്ങൾക്കുള്ള സാധ്യതയില്ലാതായി എന്നാണ് മുരളി ഗോപി പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ കമ്മാര സംഭവം അന്ന് വിജയിച്ചിരുന്നുവെങ്കിൽ സിനിമയുടെ ക്ലൈമാക്സിൽ മുഖ്യമന്ത്രിയാവുന്ന ദിലീപിന്റെ വയസ്സൻ വേഷം പിന്നീട് മുഖ്യമന്ത്രി ആയതിനു ശേഷം എന്തെല്ലാം കാണിച്ചു കൂട്ടുമെന്നൊക്കെ ആവേശത്തോടെ കാണാമായിരുന്നു. എന്തായാലും ആ ഭാഗ്യം മലയാളികൾക്കില്ല. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക്.